ഹലോ ഗൈസ്, അതെ ആക്ച്വലി എന്റെ ബർത്ത്ഡേ ആണെന്ന്. എല്ലാവരും എന്നെ വിഷ് ചെയ്യോ ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ. അപ്പൊ ഇന്ന് ബർത്ത്ഡേ സ്പെഷ്യൽ ആയിട്ട് ഇന്നെ ലഞ്ച് കഴിക്കാൻ വേണ്ടിട്ട്, ബർത്ത്ഡേ ലഞ്ച് കഴിക്കാൻ വേണ്ടിട്ട് നമ്മളൊരു കടയിൽ പോവാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഷോപ്പിൽ ഞാൻ ഇതുവരെ പോവാത്ത ഷോപ്പാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഏത് ഷോപ്പാണ്, എന്താണ്, എവിടെ എന്നുള്ളതൊന്നും പറഞ്ഞിട്ടില്ല, റിവ്യൂ ചെയ്തിട്ടില്ല. ഇറ്റ്സ് എ ന്യൂ പ്ലേസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, നമ്മളെന്താ ലുലുവിലേക്കാണ് പോണത്. ഗൈസിന്റെ പറ്റിച്ചു. ഇത് ലുലുവിലേക്ക് പോണത്. ലുലുവിൽ നമ്മൾ എപ്പോഴും പോവാറുള്ളതാണ്. എന്താണ് ലുലുവിലേക്കാണ് പോണത്? ഓക്കെ. ഓ, മാരിയറ്റ് ആവൂല്ലേ? മാരിയറ്റാണോ? ഓ ഗൈസിന്റെ മാരിയറ്റൊക്കെ വന്നിട്ട് കൊണ്ടുപോണത്. ഞാൻ ഇതുവരെ പോവാത്ത സ്ഥലമാണ് മാരിയറ്റ്. സോ ഐ തിങ്ക് മാരിയറ്റ് ആണെന്നുള്ളത്. മാരിയറ്റിക്കാണ് പോണെന്നുണ്ടെങ്കിൽ നേരെയാണ് വണ്ടി എടുക്കേണ്ടത്. ഓക്കെ, ഇന്നെ പറ്റിക്കോന്ന് അറിയില്ല. മാരിയറ്റിക്കാണ് പോണെന്നുണ്ടെങ്കിൽ നേരെയാണ് വണ്ടി എടുക്കേണ്ടത്. ഇനി മാരിയറ്റിക്ക് അല്ലാന്നുണ്ടെങ്കിൽ താഴെ പാർക്കിങ്ങിലേക്ക് പോകും. ഇന്നെ ചതിക്കണോന്ന് സംശയമുണ്ട്. ബർത്ത്ഡേ ആണ്, അടിപൊളിയാക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. എവിടേക്കാണ് പോണത് നമുക്ക് നോക്കി നോക്കട്ടാ. ഓക്കെ, അതാണ് മാരിയറ്റ്. മാരിയറ്റിക്ക് പോണെന്നുണ്ടെങ്കിൽ അങ്ങനെ പോവാ. അത് മാരിയറ്റ് അല്ല, മാരിയറ്റ് അല്ല. ഇന്നെ ചതിക്കണ്. ഇത് ലുലുവിലെ സൂപ്പർ മാർക്കറ്റ്. ഇത് ഏതൊക്കെയോ ഫുഡ് വാങ്ങിച്ചാലുള്ള പരിപാടാ. നമ്മൾ ആദ്യം ഹൈപ്പർ മാർക്കറ്റിൽ പോകും. എന്നിട്ട് അവിടുന്ന് ബിരിയാണി ഫുഡൊക്കെ വാങ്ങിക്കും, ഒരു കേക്കും വാങ്ങിക്കും. എന്നിട്ട് നമ്മള് നേരെ ഫുഡ് കോർട്ടിലേക്ക് പോകും. ബർത്ത്ഡേ ഇത് നമ്മളെല്ലാ ഇപ്പോഴും ചെയ്യണ കാര്യം തന്നെയാണ്. എല്ലാ വീക്കെൻഡ് ഫുഡ് മീൻസ് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി വരുമ്പോൾ ചെയ്യണ പരിപാടിയാണ്. ഗ്രിൽ ചിക്കൻ വാങ്ങിക്കും, എന്നിട്ട് കുറച്ച് കുബൂസും വാങ്ങിക്കും, ഹമ്മൂസും വാങ്ങിക്കും, എന്നിട്ട് കഴിക്കും മേലെ പോയിരുന്നിട്ട്. നമ്മളെപ്പോലുള്ള സാധാരണക്കാരുടെ ബർത്ത്ഡേ ഇങ്ങനെയാണ് വേണ്ടത്. ആണോ പറയൂ. ഹൈപ്പർ മാർക്കറ്റ് നല്ലത് ലുലു മാളിൽ ഏറ്റവും സ്പെഷ്യൽ സ്ഥലത്തേക്കാണ് പോകുന്നത്. ഈ സ്റ്റെപ്പും കയറ്റി ഇവിടെ നോക്കി നമ്മൾ എവിടെ പോണ നോക്കി. ഇവിടുന്ന് നമ്മള് പോയിട്ട് കേക്കും ബിരിയാണിയും ഒക്കെ വാങ്ങിച്ചിട്ട് നമ്മള് മേലെ പോയി കഴിക്കും. ഇങ്ങനെ വിഷമിച്ചിക്കണ്. വിഷമിക്കല്ലേ, വേഗം പോയി ട്രോളി എടുത്തോ, അല്ലെങ്കിൽ ട്രോളി ഇപ്പൊ തീരും. ഞങ്ങൾക്ക് 2-3 ട്രോളിയും കൂടെ ഉള്ളു. വേഗം ട്രോളി എടുത്തോ. അല്ല, അല്ലെങ്കിൽ നമുക്ക് ട്രോളി വേണ. ആകെ കേക്കും ഫുഡ് മാത്രമേ വെക്കാനുള്ളൂ. എത്ര വലിയ ട്രോളി ഒക്കെ എന്തിനാ? ഞാൻ വെറുതെ നിന്നെ പറ്റിച്ചതാ. ആക്ച്വലി ഞാനും വിചാരിച്ചു എന്താണ് ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചേർന്നേ. ഫുഡ് കോർട്ടിലേക്കാ? ഫുഡ് കോർട്ടാ? ഇവിടെ എത്ര സ്ഥലങ്ങളുണ്ട്. ഫുഡ് കോർട്ടിലാണ്ടില്ല, ഇതുവരെ പോവാത്ത സ്ഥലാണ്. എന്നിട്ട് വാ അങ്ങോട്ട് നോക്കാം. അങ്ങോട്ട് ആ അറ്റത്തേക്ക് നോക്ക്, അവിടേക്ക് നോക്ക്. അതെന്താ ഇതുവരെ പോയിണ്ട് അങ്ങോട്ട്? മനസ്സിലായി, ബാർബിക്യൂലേഷനിലേക്കാണ് കൊണ്ടുപോകുന്നത്. താങ്ക് യു. ചതിച്ചില്ല, എന്നെ ചതിച്ചില്ല. ആക്ച്വലി എന്നെ പറ്റിച്ചില്ല. എനിക്ക് നല്ല ലഞ്ച് തന്നെ തരണം, ബർത്ത്ഡേ കാരണം നല്ല ലഞ്ച് തരണം എന്നുള്ളത് കൊണ്ട് പിന്നെ ബാർബിക്യൂ നേഷനിലേക്ക് കൊണ്ടുവന്നു. ഞാൻ ഇവിടെ മൈക്ക് യൂസ് ചെയ്യാത്ത കാരണം സൗണ്ട് കുറവ് വരും. ബൊഫറ്റൊക്കെ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രീ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ബൊഫറ്റ് മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടാവുള്ളൂ. ഇവിടെ അലക്കാട്ടെ ഐറ്റംസ് ആയിട്ട് ഉണ്ടാവില്ല. സോ ബൊഫറ്റ് ഓൾറെഡി ഇന്നലെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ അനുസരിച്ചില്ലെങ്കിൽ ഫിറ്റ് വന്നിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കും. ഇവിടെ ഗ്രില്ലൊക്കെ ഉണ്ട് കേട്ടോ, ഗ്രില്ലൊക്കെ ഉണ്ടിട്ട് തരാം. സ്റ്റാർട്ടാക്കും പാനിപ്പൂരി. നെക്സ്റ്റ് വന്ന ഐറ്റംസ് ആണ് കേട്ടോ അത്. കോണ് ആദ്യം ഗ്രില്ല് വന്നു, അല്ല ആദ്യം പനീർ വന്നു, പിന്നെ ഗ്രില്ല്. അയ്യോ സോറി, ആദ്യം പാനിപൂരി, ഗ്രില്ല്. എന്താണ്
പൊട്ടറ്റോ ആ This is Malay chicken. This is prawns. They already cooked this. അപ്പൊ നമ്മളെ നല്ല അടിപൊളി ചിക്കൻ ടിക്ക നമ്മളെ മട്ടൻ കറിയും ചിക്കൻ്റെ കുറുമയും വന്നിരിക്കും. ഇവിടെ ഒരാള് മട്ടനും ചിക്കനും ഒക്കെ കൂടി മണമണാന്ന് കഴിച്ചോണ്ടിരിക്കുകയാണ്. ഗൈസ് കഴിച്ച് വയറ് ഫുള്ളായിട്ട് കഴിക്കാൻ പറ്റുന്നില്ല. ഇവിടെ ഇനിയും കുറെ സാധനങ്ങളുണ്ട്, കഴിക്കാൻ പറ്റുമോന്ന് അറിയില്ല. മടുത്ത് ഞാൻ വേസ്റ്റ് കണ്ടില്ലേ ഇവിടെ ഉണ്ട്. ഈ ഒരാൾക്ക് അത് മടുത്ത്. പഴയ ആവേശമൊന്നും ഇല്ല ഇപ്പോ. ഞാൻ പാട്ടായി കിടക്ക വയ്യ. മേലത്തെ എടുക്കണ്ടേ? കസ്റ്റേർഡാ വേണ്ട വേണോ? കുൽഫ് എടുക്കാം. കുൽഫ് ബിരിയാണി ഇങ്ങനെ എടുക്കുക. അപ്പൊ അതിന്റെ പേരുണ്ടാവും. കാണുന്നില്ല. മുസ് ബിരിയാണി, എന്നിട്ടാ വെജ് വെജ് ബിരിയാണി ആയിരുന്നു. നമ്മള് കുടിക്കാൻ മറന്നുപോയി. സൺറൈസ് ഇതൊന്നും കഴിച്ചെന്നല്ല. ഇതൊക്കെ പിരിച്ച നൂഡിൽസ്, മാക്രോണി, പാസ്ത, ഇതെന്താണോ പാലക് കോഫ്ത. കഴിച്ചില്ലേ? കഴിച്ചിട്ടില്ലല്ലോ ഇതിന്റെ സാലഡ്, സാലഡ്സ്, മസാല, ഇതെന്തൊരു സാധനം? കോസ്റ്റൽ ഫിഷ് കറി. ഫിഷ് ഉണ്ട് ഇങ്ങോട്ടാ. കഴിച്ചില്ല നമ്മളെ സാധനം അറിയാം. നമ്മളെ സാധനം ഒന്നും ചിക്കൻ മുറുക് കോർമ, പിന്നെ നിഹരി ഗോസ്റ്റ്. അടിപൊളിയായിരുന്നു. ഗുലാബ് ജാംസ്, ചോക്ലേറ്റ് ബ്രൗണി, അപ്പൊ ഗൈസ് നമ്മള് ബർത്ത്ഡേ സെലിബ്രേഷൻസ് ഒക്കെ കഴിഞ്ഞ് ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് കേക്ക് മുറിയൊക്കെ കഴിഞ്ഞ് നമ്മള് വീട്ടിലേക്ക് പോവാണ്. ആൻഡ് അതെ, എന്റെ ബിലൗഡ് ഹസ്ബൻഡിന് എന്റെ താങ്ക് യു ഇങ്ങനെയൊരു ബർത്ത്ഡേ സർപ്രൈസ് ഫുഡ് ലഞ്ചൊക്കെ തന്നതില് സപ്പോർട്ട് ചെയ്യുക, ഇങ്ങനെയുള്ള അടിപൊളി വീഡിയോസിനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പോവാണ്. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഭയങ്കര താങ്ക് യു ഓൾ. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസിനായിട്ട് നമ്മള് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ ബൈ.